വെൽക്കം ബാക്ക്. ഇന്നലെ ആയിരുന്നു നമ്മുടെ ചേർലാൽ സ്കൂളിൻ്റെ അടുത്തുള്ള ചന്ദനക്കാവ് അമ്പലത്തിലെ അയ്യപ്പൻ വിളക്ക് കേട്ടോ. ഈ മിഠായികളൊക്കെ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ജോക്കര, പമ്പര മിഠായി, പിന്നെ അതുപോലെ തന്നെ കടല മിഠായി, കളറ് മിഠായി, കടിച്ചാ പറിച്ചി, കട്ട മിഠായി, എന്തെല്ലാം രീതിയിലുള്ള മിഠായിയാണ് അല്ലേ. ഇഞ്ചി മിഠായി, ഇതൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ കാണാൻ തന്നെ കിട്ടുന്നില്ല. പാലക്കൊമ്പ് ഏറ്റിട്ടുള്ള വരവാണ് കേട്ടോ ഈ കാണുന്നത്. ഈ സ്ത്രീകളും കുട്ടികളൊക്കെ പട്ടുപാവാടി ഇതുപോലെ സെറ്റ് സാരിയും അമ്മമാർ പുളിയിലക്കര മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ താല ഏന്തിയിട്ട് പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ഇതുപോലെ നല്ല രസത്തിലെ താല ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവരുടെ ഈ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ താല ഏന്തി പോകുന്ന കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇതുപോലെ വെളിച്ചപ്പാട് കിടന്ന് തുള്ളുമ്പോൾ നമ്മളൊക്കെ പറയാറ് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുക എന്നാണ് കേട്ടോ. അതെന്താണ് സത്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വെളിച്ചപ്പാട് ഇതുമാതിരി ഇങ്ങനെ തുള്ളുമ്പോൾ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്ന പോലെ അങ്ങനെയാണ് നമ്മൾ പറയല് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ പൂരും വേലയും ഇതുപോലെ അയ്യപ്പ വിളക്കൊക്കെ വരുമ്പോൾ റോട്ടിൽ സൈഡിൽ ഓടിപ്പോയി നോക്കി നിൽക്കും ഇതുപോലെ വരവ് കാണാൻ. അതുപോലെ നോക്കി നിന്നവരുണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തിനു പറയണു, ഇലക്ഷൻ്റെ ഒരു ജാഥ പോകുമ്പോഴും കൂടെ അതിൻ്റെ ഒരു നോട്ടീസ് കിട്ടാനും ജീപ്പിൻ്റെ പിന്നാലെ പാഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇതാ പറഞ്ഞ അവരുടെ കോസ്റ്റ്യൂം എനിക്ക് വലിയ ഇഷ്ടം. നല്ല ഭംഗിയിലുള്ള രീതിയിൽ ഓരോ ട്രഡീഷണലായിട്ട് ചിലവർ പട്ടുപാവാടായിരിക്കും, ചിലവർ പുളിയരക്കരമുണ്ട്, ചിലവർ സെറ്റ് പുടവ, സെറ്റ് സാരി, ഇതുപോലെ ഇങ്ങനെ നല്ല രസമായിട്ട് ആ താലപ്പൊലി ഏന്തിയിട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ ഒരു ഭംഗിയാണ് വേറെ തന്നെയാണ് അല്ലേ. ആനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ആന കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറെ നമ്മൾ പല ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആനയുടെ കൂടിയിട്ടുള്ള വരവൊക്കെ ഭയങ്കര ജനത്തിരക്ക് തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡ് പോലും അവർക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല തിരക്കുകൊണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.